ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. നമുക്ക് നവരാത്രി ദിവസങ്ങളിൽ നവദുർഗ ഭാവങ്ങളിൽ നമ്മുടെ മാതൃസ്ഥാനത്ത് നിൽക്കുന്ന പ്രകൃതീശ്വരിയായ ദേവിയെ ആരാധിക്കുന്ന വിവിധ തലങ്ങളെക്കുറിച്ച് വിശദീകരിക്കാം. നമ്മുടെ എല്ലാവരുടെയും അമ്മയാണ് പ്രകൃതീശ്വരിയായ നാം ലളിതാ പരമേശ്വരിയായി സങ്കല്പിക്കുന്ന ദേവി. അമ്മമാരെ ദേവിയായി, അതായത് സ്ത്രീകളെ ദേവിയായി ആരാധിക്കുന്ന സമ്പ്രദായമാണ് നമ്മുടെ ഭാരതത്തിൻ്റെ പൈതൃകം. അതുകൊണ്ടാണ് നദികളെയും സമുദ്രത്തെയും പർവ്വതങ്ങളെയും പശുക്കളെയും എല്ലാറ്റിനെയും മാതാവായിട്ട് സങ്കല്പിക്കുന്നത്. അമ്മയ്ക്ക്, മാതാവിന് വളരെ പ്രാധാന്യമുള്ള ഒരു സംസ്കൃതിയാണ് നമ്മുടേത്. അതായത് സ്ത്രീകളെ ബഹുമാനിക്കുക, അവരെ ദേവിയെപ്പോലെ ആരാധിക്കുക, അവരെ സന്തോഷിപ്പിക്കുക, അവരെ ആചരിക്കുക. അതാണ് നമ്മുടെ ഭാരതീയ സങ്കല്പം. ഏതൊരു വീട്ടിലാണോ സ്ത്രീകൾ ദുഃഖിക്കുന്നത്, ഏതൊരു കുടുംബങ്ങളിലാണോ സ്ത്രീകൾ നരകയാതനകൾ അനുഭവിക്കുകയും അവരുടെ ആഗ്രഹങ്ങളെയൊക്കെ തല്ലിച്ചതയ്ക്കുകയും അവരെ നിത്യേന കരയിക്കുകയൊക്കെ ചെയ്യുന്നത്, ആ വീട്ടിലൊരിക്കലും ദേവിയുടെ വിളയാട്ടം, ലക്ഷ്മി ദേവിയുടെ കടാക്ഷത്തിൻ്റെ ഒരു കണിക പോലും ഉണ്ടാകില്ല. അത് സ്വയം അനുഭവിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. എവിടെയൊക്കെയാണോ സ്ത്രീകളെ പൂജിക്കുന്നത് അല്ലെ മാനിക്കുന്നത്, അവരെ അംഗീകരിക്കുന്നത്, അവരെ സ്നേഹിക്കുന്നത്, കരുതുന്നത്, അവിടെയെല്ലാം ലക്ഷ്മി ദേവിയുടെ മനോഹരമായ കടാക്ഷം ഉണ്ടാവും, അനുഗ്രഹവർഷം ഉണ്ടാകും. അപ്പോൾ ഈ ദേവിയെ, നമ്മുടെ അമ്മയാണ് പ്രകൃതിയാണ് നമുക്ക് ഈ ശരീരം തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പ്രകൃതിയിൽ ഈ ശരീരം ഉപേക്ഷിച്ചിട്ട് നമ്മൾ പരലോകങ്ങളിലേക്ക് നമ്മുടെ സൂക്ഷ്മ ശരീരവുമായി പോകുന്നത്. അപ്പോൾ ദേവിയാണ് നമുക്ക് തന്ന ഈ ശരീരം. ഇവിടെ കാണുന്ന നമുക്ക് മാത്രമല്ല, നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ജീവജാലങ്ങളെല്ലാം ഇല്ലേ, അതെല്ലാം ദേവിയാണ് അവർക്കും ശരീരം കൊടുത്തിരിക്കുന്നത്. എല്ലാം എവിടെ നോക്കിയാലും ഇവിടെ ദേവിയേ ഉള്ളൂ. പക്ഷേ ആ ദേവിയാൽ സൃഷ്ടിക്കപ്പെടുന്ന ശരീരത്തിനുള്ളിൽ ആ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന കർമ്മങ്ങളൊക്കെ ചെയ്യാൻ പ്രാപ്തമാക്കുന്ന ഒരു ആത്മാവുണ്ടല്ലോ, അതാണ് നമ്മുടെ പിതാവായ ഭഗവാൻ, ആത്മചൈതന്യം. അപ്പോൾ ദേവിയും ഭഗവാനും കൂടി ചേരുന്നതാണ് ഓരോ സൃഷ്ടിയും. ദേവി ജഡരൂപത്തിലുള്ള അല്ലെ പ്രകൃതിയിൽ ഭൂമിയിൽ ജീവിക്കുവാൻ അനുകൂലമായ ശരീരം സൃഷ്ടിക്കുമ്പോൾ ആ ശരീരത്തെ കൊണ്ട് സഞ്ചിത കർമ്മങ്ങൾ പൂർത്തീകരിക്കുവാൻ ഭഗവാൻ അതിൽ പ്രാണനെ നിലനിർത്തി ആത്മാവായി സഞ്ചരിക്കുന്നു. ഇതാണ് പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള ബന്ധം. വളരെ ലളിതമായി പറഞ്ഞാൽ ഭഗവത്ഗീതയിലെ ക്ഷേത്രജ്ഞ വിഭാഗ യോഗവും ഒക്കെ വിശദമായി പഠിക്കുമ്പോൾ നമുക്ക് ആകെ കിട്ടുന്ന ഒരു സബ്സ്റ്റൻസാണ് പ്രകൃതി പുരുഷ ബന്ധം. ഇതെല്ലാ ജീവജാലങ്ങളിലും ഈ ബന്ധമുണ്ട്. പ്രകൃതിയും പുരുഷനും അന്യനല്ല, ഒരാളിൽ തന്നെ നടക്കുന്ന രണ്ട് സംഭവങ്ങളാണ്. പ്രകൃതിയിൽ പുരുഷൻ ജീവിക്കുന്നു, പുരുഷനുണ്ടെങ്കിൽ മാത്രം പ്രകൃതിക്ക് കർമ്മം ചെയ്യാൻ കഴിയുന്നു. ഇതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന കാര്യം. അപ്പോൾ ഈ കർമ്മം ചെയ്യാൻ നമുക്ക് ശരീരം തന്ന നമ്മുടെ അമ്മ, നമുക്ക് ജീവൻ തന്ന നമ്മുടെ അമ്മയും അച്ഛനും ഉണ്ട്. എന്നാൽ അവർക്ക് ജീവൻ കൊടുത്തതാരാണ്? അവരുടെ അച്ഛനും അമ്മയ്ക്കും ജീവൻ കൊടുത്തതാരാണ്? ആ മുതുമുത്തശ്ശന്മാർക്ക് ജീവൻ കൊടുത്തതാരാണ്? അങ്ങനെ നമുക്ക് ശരീരം അവരിൽ നിന്ന് കൈമാറുമെങ്കിലും ഈ ശരീരത്തെയൊക്കെ തുടങ്ങിയത് ഒരാളിൽ നിന്നാണ്. അങ്ങനെ നമ്മൾ അന്വേഷിച്ചു പോയാൽ ആ തുടങ്ങിയത് ആരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇവിടെ നിലനിൽക്കുന്ന ദേവിയാകുന്ന അമ്മയാണ് നമുക്ക് പൂർവ്വകാലം മുതൽ നമുക്ക് ഈ ശരീരം തന്നിരിക്കുന്നത്. അപ്പോൾ ആ അമ്മ നൽകുന്ന ശരീരത്തിനുള്ളിൽ നമ്മൾ ജീവനോടെ നിലനിൽക്കുവാൻ വേണ്ടി പ്രാണങ്ങളെ നിലനിർത്തുന്ന ആ ആത്മചൈതന്യത്തെ നിലനിർത്തുന്നത് ഭഗവാനാണ്, പിതാവാണ്. അപ്പോൾ ഇവിടെ ഒരു പിതാവും ഒരു മാതാവേ ഉള്ളൂ. ആ മാതാവിനെയാണ് നമ്മൾ 9 രാത്രികളിലും 10 പകലുകളിലും നമ്മൾ ആരാധിക്കുന്നത്. അമ്മയെ ദേവിയായി സങ്കല്പിച്ച് അമ്മയുടെ വിവിധ രൂപങ്ങൾ, ഭാവങ്ങൾ, ഒരു സ്ത്രീയുടെ തന്നെ വിവിധ രൂപങ്ങളാണ്. ഒരു സ്ത്രീ കുട്ടിയായിട്ടിരിക്കുന്നു, കുട്ടി വിദ്യാഭ്യാസം ചെയ്തിട്ട് അനുയോജ്യനായ പുരുഷനെ സ്വീകരിക്കുന്നു. അത് 2ാമത്തെ ദിവസം. അങ്ങനെ 3ാമത്തെ ദിവസം എന്ത് ചെയ്യുന്നു? ആ കൂഷ്മാണ്ഡാദേവി എന്ത് ചെയ്യുന്നു? 3ാമത്തെ ദിവസം ചന്ദ്രകണ്ഠാദേവി ഭർത്താവുമൊത്ത് സന്തോഷമായി ഭർത്താവിൻ്റെ പാതിമെയ്യായിട്ട് ജീവിക്കുന്നു. 4ാമത്തെ ദിവസമാണ് കൂഷ്മാണ്ഡം എന്നുവെച്ചാൽ അണ്ഡം എല്ലാം തൻ്റെ ഗർഭത്തിലൊതുക്കിക്കൊണ്ട് പ്രകൃതിയെ സൃഷ്ടിക്കുവാൻ ദേവി അണിഞ്ഞൊരുങ്ങുന്നു.
അതിനുശേഷം സ്കന്ദമാതാവായിട്ട് മകനെ മടിയിലിരുത്തുന്ന അമ്മയായിട്ട് മാതൃത്വത്തിൻ്റെ ഭാവമാണ്. പിന്നീട് ആ അമ്മയുടെ കുറച്ചുകൂടി ഉത്തരവാദിത്വമുള്ള മുതിർന്ന ഭാവം കാർത്യായനി ദേവിയായിട്ട് ഒരു ഉത്തമയായ ഒരു കുടുംബിനിയായി മാറുന്നു. അതിനുശേഷം എല്ലാം ഒരു കുടുംബിനിയായി കഴിയുമ്പോൾ, നമ്മളൊരു കുട്ടിയായിട്ടിരിക്കുമ്പോൾ അച്ഛനമ്മമാരുടെ സംരക്ഷണയിൽ കഴിഞ്ഞു, നമ്മൾ യൗവനത്തിലേക്ക് വന്ന് ഭർത്താവിൻ്റെ സംരക്ഷണയിൽ കഴിയുന്നു. അതിനുശേഷം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ വളർത്തുന്നു. അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടായി നമ്മൾ അവസാനം എന്ത് ചെയ്യുന്നു, നമ്മൾക്ക് വരുന്ന എല്ലാ കാര്യങ്ങളെയും നേരിടാനുള്ള ശക്തി നമുക്ക് ലഭിക്കുന്നു. കാളരാത്രിയായി തെറ്റുകൾ ഉണ്ടാകുമ്പോൾ കുട്ടികൾ ചെയ്യുമ്പോൾ അമ്മ അതിനെ ശകാരിക്കുകയും ശിക്ഷിക്കുകയും ശാസിക്കുകയൊക്കെ ചെയ്യുന്നു, തെറ്റുകളിൽ നിന്ന് രക്ഷിക്കുന്നു. അതുപോലെ തൻ്റെ മക്കളെ നല്ല വഴിയിലേക്ക് നയിക്കുവാനുള്ള ശക്തി സംഭരിക്കുന്ന, എല്ലാ തെറ്റുകളെയും കുറ്റങ്ങളെയും പൊറുക്കുകയും എന്നാൽ തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും ശിക്ഷ തരികയും നേർവഴിയും നയിക്കുന്ന മഹാകാളരാത്രിയായി മാറുന്നു. പിന്നെ ഗൗരി മാതാവായി ശ്വേതവർണ്ണത്തിലുള്ള വാത്സല്യത്തിൻ്റെ രൂപമുള്ള ഒരു മുത്തശ്ശിക്കല്ലേ വാത്സല്യം, അതുപോലെയുള്ള ആ രൂപത്തിലേക്ക് അമ്മ മാറുന്നു. അവസാനമോ സകല സിദ്ധികളും ഐശ്വര്യങ്ങളും തന്ന് ഒരു ജീവിതം മുഴുവൻ നമ്മെ പരിപാലിച്ച് അവസാനം ഒരമ്മ ഭൂമിയിൽ നിന്ന് കടന്നു പോരുമ്പോൾ തൻ്റെ പ്രിയ മക്കൾക്ക് വേണ്ടി ഇനിയും തൻ്റെ കണ്ണടയ്ക്കുന്നതിന് മുമ്പ് ചെയ്യുവാൻ എന്താണുള്ളത് എന്ന് നോക്കുമ്പോൾ അവർക്ക് സകല സിദ്ധികളും ദാനം ചെയ്യുകയാണ്, അനുഗ്രഹം ചെയ്യുകയാണ്. സിദ്ധിദാത്രിയായി അമ്മ മാറുന്നു. അപ്പോൾ അങ്ങനെ ഭാവങ്ങളിൽ നമ്മുടെ അമ്മ നമ്മളെ അനുഗ്രഹിക്കുന്നു. ഇവിടെ കാണുന്ന എല്ലാം എന്നുവെച്ചാൽ പ്രകൃതി കാണുന്ന ജീവജാലങ്ങൾ മാത്രമല്ല, ഇവിടെയുള്ള മനുഷ്യരുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഓരോ കലകൾ, സംഗീതം, സാഹിത്യം, ചിത്രരചന, അതുപോലെയുള്ള മനോഹരമായ ശില്പചാതുര്യം, എവിടെ നോക്കിയാലാണ് അമ്മയുടെ കരവിരുതിലില്ലാത്ത കാര്യങ്ങൾ? ഇതെല്ലാം അമ്മയാണ്. അമ്മയുടെ വിവിധ തരത്തിലുള്ള ടാലൻസാണ് മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്ന അമ്മ. സംഗീതവും നൃത്തവും ഒക്കെ അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. എന്തെല്ലാം കഴിവുകൾ, കലകൾ എന്തെല്ലാം ഇവിടെയുണ്ട്, അതെല്ലാം അമ്മയുടേതാണ്. അതുപോലെ തന്നെ ഓരോ ജോലി ചെയ്യാനുള്ള അഭിരുചി, അതാണ് ആയുധ പൂജയിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഏറ്റവും നല്ല ആർക്കിടെക്റ്റ് ആവുക, അതുപോലെ തന്നെ ഏറ്റവും നല്ല സൃഷ്ടികൾ ചെയ്യുന്നവർ, കരകൗശല വിദഗ്ധർ, ഏത് ജോലി ചെയ്യുന്നതിലും അതിലൊരു കഴിവ് അമ്മ കൊടുത്തിട്ടുണ്ട് ഓരോരുത്തർക്കും. ആ കഴിവുകളെല്ലാം ഇവിടെ മനുഷ്യരെന്ന് പറഞ്ഞ ജഡമായ അമ്മ സൃഷ്ടിച്ച ഈ ശരീരത്തിൽ കഴിവുകൾ ഓരോന്നും കൊടുത്ത് ആ വ്യക്തികളെ സമ്പന്നമാക്കി മാറ്റുന്ന ആ അമ്മയുടെ ശ്രേഷ്ഠതയാണ്. അമ്മ കൊടുക്കുന്ന തുള്ളിയായിട്ടുള്ള കഴിവുകൾ മാത്രമാണ് നമ്മൾ മക്കൾക്ക് ഉള്ളത്. അതെല്ലാം അമ്മയുടെ പ്രതീകങ്ങളാണ്, പ്രതിരൂപങ്ങളാണ്. അങ്ങനെ നമ്മൾ വിശാലമായ കാഴ്ചപ്പാടിൽ മനുഷ്യനെ, പ്രകൃതിയിലുള്ള ജീവജാലങ്ങളെ കാണുമ്പോൾ ഒന്നും നമ്മിൽ നിന്ന് അന്യമല്ല എന്ന് നമ്മൾ തിരിച്ചറിയും. അതാണ് ആ പ്രകൃതിയോളം മനുഷ്യൻ്റെ മനസ്സ് വലുതാക്കുക എന്നുള്ള ചിന്ത. ഈ നവരാത്രി കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സ് പ്രകൃതിയെപ്പോലെ വലുതാക്കണം. നമ്മുടെ വീടിനുള്ളിലെ കോൺക്രീറ്റ് ബിൽഡിങ്ങിനുള്ളിൽ നമ്മുടെ ആ ബിൽഡിങ്ങിൽ തന്നെ അത്രയും വലുതാക്കില്ല, നമ്മുടെ റൂമിലോ അല്ലെങ്കിൽ നമ്മുടെ ഹാളിലോ അല്ലെങ്കിൽ നാം ജോലി ചെയ്യുന്ന ഇടത്തോ അത്രയും ചുരുക്കമാണ് നമ്മുടെ മനസ്സ്. എന്നാൽ ഈ പ്രകൃതിയിലേക്കൊന്ന് ഇറങ്ങൂ. എല്ലാവരും പ്രകൃതിയെ, ദേവിയെ അറിഞ്ഞവരും ഭഗവാനെ അറിഞ്ഞവരും എല്ലാം പ്രകൃതിയിൽ ജീവിച്ചവരാണ്. നമ്മൾ ഇടുങ്ങിയ പ്രതലത്തിൽ, ഇടുങ്ങിയ സാഹചര്യത്തിൽ ജീവിച്ചാൽ നമ്മൾക്കിതിനെ ഒന്നും അറിയാനോ അനുഭവിക്കാനോ അതിൽ നിന്ന് അനുഗ്രഹം ലഭിക്കാനോ നമുക്ക് സാധ്യമല്ല. നമ്മൾ ഇതിൻ്റെ പുറത്ത് കടക്കണം, പ്രകൃതിയെ അറിയണം, അനുഭവിക്കണം. പ്രകൃതി നമുക്ക് തരുന്ന അസുലഭമായ അനുഗ്രഹങ്ങൾ നമ്മൾ ആവോളം ആസ്വദിക്കുന്നുണ്ട്. പക്ഷെ അതിന് വല്ല നന്ദിയും നമ്മൾ കൊടുക്കുന്നുണ്ടോ? എന്തെങ്കിലും ഒരു നന്ദി നമ്മൾ പ്രകൃതിക്ക്, ദേവിക്കോ ഭഗവാനോ കൊടുക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഈ ദിവസങ്ങളിൽ ദേവിയെ ആരാധിക്കുന്നത് വഴി അമ്മയോടുള്ള കടപ്പാടും സ്നേഹവും എല്ലാം നമ്മൾ കാഴ്ചവെക്കുന്നത് നവരാത്രി വ്രതം ആചരിക്കുകയും, വ്രതമെടുക്കാൻ കഴിയാത്തവർ അമ്മയുടെ നാമം ഓരോ ദിവസവും ജപിക്കേണ്ട അമ്മയുടെ ഭാവവും നാമവും ഒക്കെ ഞാൻ എല്ലാ ദിവസവും ഇടുന്നുണ്ട്. ഇന്നത്തേത് ഒന്നാമത്തെ ദിവസം ഇട്ടു, രണ്ടാമത്തെ ദിവസത്തേത് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ഓരോ ദിവസത്തേത് ഞാൻ മാത്രമല്ല അനേകം
പേരിങ്ങനെ ഓരോരുത്തരുടെയും നന്മയ്ക്ക് വേണ്ടി ഓരോരുത്തരും ഭഗവതിയെ പല രൂപത്തിൽ അമ്മയെ ആരാധിക്കുവാൻ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ട് കഴിയുന്നിടത്തോളം അമ്മയെ ആരാധിക്കാൻ വേണ്ടി നമ്മുടെ പ്രകൃതിയായ നമ്മുടെ മാതാവായ ആദി മാതാവായ നമ്മുടെ അമ്മയെ നമ്മൾ 9 ദിവസം നമ്മൾ ആരാധിക്കുകയാണ് വ്യത്യസ്ത ഭാവത്തിൽ. ഒരു സ്ത്രീയുടെ വിവിധ ഭാവങ്ങൾ തന്നെയാണ്, വിവിധ വേഷങ്ങൾ തന്നെയാണ്, ജീവിതത്തിൽ അനുവർത്തിക്കുന്ന പല കാര്യങ്ങൾ തന്നെയാണ് അമ്മയിൽ നമ്മൾ സങ്കല്പിച്ച് അമ്മയെ ആരാധിക്കുന്നത്. അപ്പോൾ ഈ നവരാത്രി എന്ന് പറയുന്നത് പ്രധാനമായും 4 നവരാത്രികളാണ് പ്രധാനമായിട്ടും ഉള്ളത്. പൊതുവെ വരുന്ന നവരാത്രികൾ 4 ഉള്ളത്. ഒന്ന് വസന്ത നവരാത്രിയാണ്, അത് മീനമാസത്തിലാണ്. അടുത്തത് ആഷാഢ നവരാത്രി, അല്ലെങ്കിൽ ആഷാഢ നവരാത്രി അല്ലെങ്കിൽ അതിനെ വാരാഹി നവരാത്രി എന്ന് പറയും, അത് മിഥുന മാസത്തിലാണ്. ശരത് നവരാത്രിയാണ് അല്ലെങ്കിൽ മഹാനവരാത്രിയാണ് കന്നിമാസത്തിൽ നമ്മൾ ആചരിക്കുന്നത്. മാഘ നവരാത്രി ധനുമാസത്തിലാണ്. ഇതിൽ മീനമാസത്തിലെയും കന്നിമാസത്തിലെയും നവരാത്രിക്ക് വളരെ പ്രാധാന്യമുണ്ട്. അതിൽ തന്നെ കന്നിമാസത്തിലെ നവരാത്രിക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ അത് നവരാത്രികളിൽ ഉത്തമവും ദേവീ പൂജയ്ക്ക് വളരെ ശ്രേഷ്ഠവുമാകുന്നു. ഒരു ബാലികയായി, യുവതിയായി, സ്ത്രീയായി, മാതൃത്വം വഹിക്കുന്നവളായി, മഹാശക്തിയായി, യുദ്ധവിജയം നേടുന്നവളായി, പ്രകൃതിയായി, ഉർവരതയായി, ഐശ്വര്യമായി, സാമ്പത്തികം, വിദ്യ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് പല ഭാവങ്ങളിലാണ് നമ്മൾ ആദിപരാശക്തിയെ ആരാധിക്കുന്നത്. ഈ ദിവസങ്ങളിൽ താന്ത്രിക വിധി പ്രകാരം പ്രപഞ്ചത്തിൽ വളരെ സൂക്ഷ്മമായി അന്തർലീനമായ ഭഗവതിയുടെ ശക്തിവിശേഷങ്ങളെ ബാഹ്യ പ്രതലങ്ങൾ വരെ ആരാധിച്ച് ആവിഷ്കരിക്കുന്ന ഒരാഘോഷമാണ് ദേവി. നവരാത്രി ദിവസങ്ങളിൽ ദേവിയെ നമ്മൾ ആരാധിക്കുന്നത് വഴി ദേവി മാഹാത്മ്യം, ദേവി ഭാഗവതം, കാളികാ പുരാണം, ഭദ്രകാളി മാഹാത്മ്യം തുടങ്ങിയവയിൽ കാണപ്പെടുന്ന മഹിഷാസുരൻ, ദുർഗമൻ, ചണ്ഡമുണ്ഡന്മാർ, രക്തബീജൻ, ശുംഭനിശുംഭന്മാർ തുടങ്ങിയവരുടെ നിഗ്രഹ കഥയുമായി ഈ ആഘോഷം വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ദേവി മാഹാത്മ്യം നവരാത്രി ദിനങ്ങളിൽ 7 ദിവസമായോ 9 ദിവസമായോ ഒക്കെ പാരായണം ചെയ്യേണ്ടത്. ഈ നവരാത്രി ദിവസം ഇതുവരെയും തുടങ്ങിയിട്ടില്ലാത്തവർ, ദേവി മാഹാത്മ്യം ജപിക്കുവാൻ തുടങ്ങിയിട്ടില്ലാത്തവർ ഇന്ന് തന്നെ അത് ജപിച്ചു തുടങ്ങുക. 9 രാത്രിയും 10 പകലുകളും നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിൽ ആദിപരാശക്തിയുടെ 3 ഭാവങ്ങളാണ് പ്രധാനമായും. നമ്മൾ നവദുർഗയായി ദേവിയെ ആചരിക്കുന്നുവെങ്കിലും 3 പ്രധാന ഭാവങ്ങളാണ് നമ്മൾ ആചരിക്കുന്നത്. ആദ്യത്തെ 3 ദിവസം ഭഗവതിയെ മഹാകാളിയായും, അടുത്ത 3 ദിവസം മഹാലക്ഷ്മിയായും, അവസാനത്തെ 3 നാൾ മഹാസരസ്വതിയായും സങ്കല്പിച്ച് പൂജ നടത്തുന്നു. ഇതിലൂടെ അറിവും സമ്പത്തും സമൃദ്ധിയും ദുരിതനാശവും ഉണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുതന്നെ നമുക്ക് അനുഭവം ഉണ്ടാവുകയും ചെയ്യുന്നു. ദുർഗാദേവിയുടെ 9 ഭാവങ്ങളെയാണ് നവദുർഗ എന്ന പേരിൽ അറിയപ്പെടുന്നത് തന്നെ. ആ നവദുർഗാഭാവത്തിൽ ദേവിയുടെ 9 ഭാവങ്ങളെ ആരാധിക്കുന്നത്, ഒന്നാമത്തേത് ശൈലപുത്രിയായി, ഹിമവാൻ്റെ മകളായി, ഒരു കുട്ടിയായിട്ട് ദേവിയെ ആരാധിക്കുന്നു. രണ്ടാമത്തെ ദിവസം ബ്രഹ്മചാരിണിയായി, ആ കുട്ടിയായിട്ടിരിക്കുന്ന ആൾ വളരുന്നു, ജ്ഞാനം, അറിവ് സമ്പാദിക്കുന്നു. അതുപോലെ തന്നെ നാരദ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം ആ സതീദേവിയുടെ പുനർജന്മമായ ആ ശൈലപുത്രി ദേവിയായ ആ ഹിമവാൻ്റെ മകളായ ആ ദേവി, ആ പാർവതി ദേവി ശിവഭഗവാനെ ഭർത്താവായി സ്വീകരിക്കുവാൻ കഠിന വ്രതം അനുഷ്ഠിക്കുന്നു. അങ്ങനെ ദേവിയെ രണ്ടാമത്തെ ദിവസത്തിൽ നമ്മൾ ബ്രഹ്മചാരിണിയായി തപസ്സനുഷ്ഠിച്ച് മെലിഞ്ഞവളായി ദേവിയെ സങ്കല്പിച്ച് ആരാധിക്കുന്നു. അടുത്തത് ചന്ദ്രഘണ്ഠാദേവിയാണ്. ശിവഭഗവാനെ, തൻ്റെ ഭർത്താവിനെ സ്വന്തമാക്കിയ ശേഷം ആ ഭർത്താവിൻ്റെ ശിരസിലുള്ള ആ ചന്ദ്രക്കല സ്വന്തം ശിരസിലണിഞ്ഞ് അങ്ങനെ ആ ഭർത്താവിൻ്റെ പാതിമയ്യായി മാറുന്ന ചന്ദ്രഘണ്ഠാദേവിയെയാണ് നമ്മൾ 3-ാമത്തെ ദിവസത്തിൽ ആചരിക്കുന്നത്.
അതിനുശേഷം ഭർത്താവുമായി ഒന്നിച്ച് ജീവിച്ചതിന് ശേഷം ഒരു ഹിരണ്യഗർഭത്തെ പ്രകൃതി ആദ്യമായി ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുവാനുള്ള ആ മായാശക്തിയിലേക്ക് ഭഗവാൻ കൊടുക്കുന്ന ഹിരണ്യഗർഭമാണ്. അതിൽ നിന്നാണ് പ്രകൃതിയെ ദേവി തൻ്റെ മായയിലൂടെ സൃഷ്ടിക്കുന്നത്. അങ്ങനെ ഒരു അണ്ഡത്തെ തൻ്റെ ഗർഭത്തിൽ സൂക്ഷിക്കുന്ന കൂഷ്മാണ്ഡം എന്ന ദേവിയായി, അണ്ഡം എന്നുവെച്ചാൽ പ്രകൃതിയാകുന്ന ഈ പ്രപഞ്ചമാകുന്ന അണ്ഡത്തെ തൻ്റെ ഗർഭത്തിൽ സൂക്ഷിക്കുന്ന ദേവിയായി മാറുന്നു. അതിനുശേഷം ആ ഗർഭത്തെ പരിപൂർണത അവസ്ഥയിൽ ഉണ്ടാകുന്ന പ്രകൃതിയിലുണ്ടാകുന്ന ആ ജീവജാലങ്ങൾ അതിൽ ഒരു മകനെ, അതായത് സ്കന്ദനെ സൃഷ്ടിച്ച് തൻ്റെ മടിയിൽ വെച്ചിരിക്കുന്ന സ്കന്ദമാതാവായി ദേവിയെ, അതായത് ഒരു മാതൃത്വത്തിൻ്റെ പരിപൂർണമായ വാത്സല്യത്തോടു കൂടിയുള്ള അമ്മയെയാണ് നമ്മൾ ആചരിക്കുന്നത്. പിന്നീടോ ഒരു വളരെ മുതിർന്ന ഒരു ഉത്തമയായ കുലീനയായ മുതിർന്ന അമ്മയായ കാർത്യായനി ദേവി, സർവർക്കും അനുഗ്രഹങ്ങളും ആശിസ്സുകളും പ്രദാനം ചെയ്യുന്ന അമ്മ. പിന്നീട് കാളരാത്രിയായി, അതായത് ദുർഗമങ്ങളെയെല്ലാം മറികടക്കുവാൻ നമ്മെ സഹായിക്കുന്ന, ജീവിതത്തിലുണ്ടാകുന്ന ദുരിതങ്ങളും ശാപങ്ങളും കാലദോഷങ്ങളും എല്ലാറ്റിനെയും മറികടന്ന് നമുക്ക് ജീവിക്കുവാനുള്ള ശക്തി തരുന്ന, എല്ലാറ്റിനെയും നേരിടാനുള്ള മാനസിക ധൈര്യം തരുന്ന കാളരാത്രിയായി അമ്മ മാറുന്നു. പിന്നീടോ ആ കാളരാത്രിയുടെ നിറം മാറി മഹാഗൗരിയായി ഗൗരവർണ്ണത്തിൽ, വളരെ ശ്വേതവർണ്ണത്തിൽ അമ്മ മാറുകയാണ്. സർവർക്കും അനുഗ്രഹ ആശസ്സുകൾ കൊടുത്ത് ശാന്തസ്വരൂപിണിയായി അമ്മ മാറുന്നു. അവസാന ദിവസം സിദ്ധിദാത്രിയായി, സർവർക്കും സിദ്ധി കൊടുത്ത് ഐശ്വര്യപ്രദാനം ചെയ്യുന്ന ആ മാതാവായി മാറുകയാണ് അമ്മ. അങ്ങനെ ചിലയിടങ്ങളിലൊക്കെ ദുർഗാഷ്ടമി വരെ ദുർഗയെയും, നവമി ദിവസത്തിൽ മഹാലക്ഷ്മിയെയും, ദശമി ദിവസം മഹാസരസ്വതിയെയും ആരാധിക്കാറുണ്ട്. ഓരോ സംസ്ഥാനത്ത് ഓരോന്നിനാണ് പ്രാധാന്യം. ബംഗാളിലൊക്കെ ദുർഗാഷ്ടമിക്കാണ് പ്രാധാന്യം. പക്ഷേ കേരളത്തിലാകട്ടെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മഹാസരസ്വതി പൂജയ്ക്ക് വേണ്ടിയിട്ട് വളരെ പ്രാധാന്യം നമ്മൾ നൽകുന്നുണ്ട്. അതാണ് വിദ്യാരംഭത്തിന് വളരെ പ്രാധാന്യം. ഇവിടെ നമ്മൾ ഈ നവരാത്രിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ വിദ്യയ്ക്കാണ് പ്രാധാന്യം. പുസ്തകങ്ങൾ പൂജ വയ്ക്കുകയും ആ പുസ്തക പൂജയും ആയുധ പൂജയും ഒക്കെയാണ്. അതുപോലെ വിദ്യാരംഭത്തിനുമൊക്കെയാണ് നമ്മൾ കേരളത്തിൽ വളരെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അജ്ഞാനമാകുന്ന ആ ഇരുളിനെ അകറ്റി അറിവിൻ്റെ പ്രകാശം പ്രദാനം ചെയ്യുന്ന ആ നവരാത്രി ആഘോഷത്തിൻ്റെ സന്ദേശം തന്നെ നമ്മളുടെ ആ അന്ധകാരത്തെ മാറ്റി ദുർഗമങ്ങളെയെല്ലാം മാറ്റുന്ന ദുർഗയായി ദേവി നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ ആ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, അതായത് ജീവിതത്തിൻ്റെ തടസ്സങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക്, നന്മയിലേക്ക് നയിക്കുക, അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് നയിക്കുക, എല്ലാ ഭയങ്ങളിൽ നിന്നും നമ്മെ നിർഭയരായി ജീവിക്കാൻ സഹായിക്കുക, നമ്മുടെ നിരാശയിൽ നിന്ന് ആശകളിലേക്കും ആഗ്രഹ പൂർത്തീകരണത്തിലേക്കും നമ്മെ നയിക്കുക. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ, അനുഗ്രഹങ്ങൾ തരുന്ന ദിവസങ്ങളാണ് അമ്മയുടെ ഈ നവദിവസങ്ങൾ. അതുപോലെ പ്രാദേശിക ഭേദങ്ങൾ അനുസരിച്ച് വ്യത്യസ്തമായ ഭാവങ്ങളിലും ഒക്കെ ദേവിയെ ആരാധിക്കാറുണ്ട് ഓരോ സ്ഥലങ്ങളിലും. ഭഗവതി ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണല്ലോ ഈ നവദിവസങ്ങൾ. പല ക്ഷേത്രങ്ങളിലും വിദ്യാരംഭവും ഉത്സവങ്ങളും പൊങ്കാലയും പൂരവും ദേവീ ഭാഗവത നവാഹ യജ്ഞങ്ങളും ചണ്ഡികാ ഹോമങ്ങളും ഐശ്വര്യ പൂജകളും ശ്രീചക്ര പൂജയും അഷ്ടലക്ഷ്മി പൂജയും സരസ്വതീ പൂജയും ലളിതാ സഹസ്രനാമ പാരായണവും കനകധാരാ സ്തോത്രം, ആത്മീയ പ്രഭാഷണങ്ങൾ, ഇവയൊക്കെ പല ക്ഷേത്രങ്ങളിലും ദേവീക്ഷേത്രങ്ങളിൽ ഈ അവസരങ്ങളിൽ നടത്താറുണ്ട്. ഇതെല്ലാം നമ്മുടെ പ്രകൃതീശ്വരിയായ ദേവിയെ പ്രകീർത്തിക്കുകയും അമ്മയെ സന്തോഷിപ്പിക്കുകയും നാം ഇതുവരെയും അമ്മയോട് ചെയ്ത അനീതികളും തെറ്റുകളും അമ്മയെ വിസ്മരിച്ചു കൊണ്ടുള്ള ജീവിതവും ഭൂമിയെ നശിപ്പിക്കുകയും സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി പ്രകൃതിയെ ഉന്മൂലനാശം ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്ന മനുഷ്യരുടെ ദുഷ്ടശക്തികൾക്ക് അല്ലെങ്കിൽ ദുരാഗ്രഹങ്ങൾക്കൊരു അറുതിയായി നമ്മൾ ഈ നവരാത്രി കാലഘട്ടത്തിൽ അമ്മയെ ആരാധിക്കുകയും അമ്മയോട് കടപ്പെടുകയും നന്ദി കാട്ടുകയും അമ്മയെ കഴിയുന്ന വിധത്തിൽ എല്ലാ വിധത്തിൽ ആരാധിച്ച് പൂജിച്ച് സന്തോഷിപ്പിക്കുവാൻ നമ്മൾ ഈ അവസരം
വിനിയോഗിക്കണം. എല്ലാവർക്കും അമ്മയുടെ പ്രകൃതീശ്വരിയായ ദേവിയുടെ അനുഗ്രഹം സമൃദ്ധമായി ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സർവകർമ്മങ്ങളും ദേവിയുടെയും ഭഗവാന്റെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.